നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പകലന്തിയോളം നമ്മൾ ജോലി ചെയ്യുന്നു, ഒരുപാട് ബിസിനസ്സുകൾ ചെയ്തു നോക്കുന്നു, പല ജീവിത മാർഗങ്ങളിലും ഏർപ്പെട്ടു നോക്കുന്നു, പല ദിക്റുകളും പല സ്വലാത്തുകളും ചൊല്ലി നോക്കുന്നു. സമ്പത്തുണ്ടാകാനും ഐശ്വര്യമുണ്ടാകാനും നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമ്പത്തുണ്ടാകാനുള്ള ഒരു മാർഗം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ ചെറിയ സംഖ്യ കൊണ്ട്, ഉദാഹരണം 10 രൂപ കൊണ്ട് എങ്ങനെ നമുക്ക് സമ്പന്നനാകാമെന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പ്രാവർത്തികമാക്കാനും റിസൾട്ട് നേടിയെടുക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഉസ്തഫാ മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകളെ ഹാസിലാക്കട്ടെ. എല്ലാവരുടെയും വിഷമങ്ങളെ അല്ലാഹു തട്ടിമാറ്റട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് സമ്പത്ത് എന്നുള്ളത്. അള്ളാഹു നമുക്ക് ധാരാളം സമ്പത്ത് നൽകാൻ, സാമ്പത്തികമായ ഐശ്വര്യം നമ്മുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരാൻ, അള്ളാഹുവിൻ്റെ ഖജനാവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് തുറക്കപ്പെടാൻ, നമ്മുടെ സമ്പത്തിലും നമ്മുടെ വരുമാനത്തിലും ബറക്കത്തും വർധനവും പുരോഗതിയും ഉയർച്ചയും വളർച്ചയും ഉണ്ടാകാൻ വിശുദ്ധമായ ഖുർആനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ ഒരുപാട് മാർഗങ്ങൾ, ഒരുപാട് ടിപ്സുകൾ ആ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൻ്റെ അത്ഭുതകരമായ തങ്കലിപികളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ള അത്ഭുതകരമായ ഒരു മാർഗമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ മഹത്തായ മജ്ലിസിൽ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും പകർത്താനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കയ്യിലൊക്കെ 1 രൂപ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ 10 രൂപ ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ 100 രൂപ ഉണ്ടാകുമല്ലോ. ഈ 1 രൂപയെ അല്ലെങ്കിൽ 10 രൂപയെ അല്ലെങ്കിൽ 100 രൂപയെ എങ്ങനെയാണ് നമുക്ക് ഇരട്ടിപ്പിക്കാൻ കഴിയുക? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ വളരെ കൃത്യമായിട്ട് അവിടുന്ന് പറയുകയാണ്, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യത്തെ ഇറക്കുന്നവനെ പോലെയാണ്. എങ്ങനെയുള്ള ധാന്യമാണ്? അംബതത് സബ്അ സനാബില, 7 കതിരുകളെ ആ ധാന്യം മുളപ്പിക്കും. അങ്ങനെയുള്ള ഒരു ധാന്യത്തെ ഇറക്കുന്നവനെ പോലെയാണ്. 7 കതിരുകളുടെ പ്രത്യേകത എന്താണ്? ഫീ കുല്ലി സുംബുലത്തിൻ മിഅത ഹബ്ബ, ഓരോ കതിരുകളിലും 100 ധാന്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ടോട്ടൽ എത്ര ധാന്യങ്ങളായി? ഒരു ധാന്യം, ആ ധാന്യം നമ്മൾ ഇറക്കി, ആ ധാന്യം 7 കതിരുകളെ മുളപ്പിച്ചു. 7 കതിരുകൾ, ഓരോ കതിരുകളും 100 വീതം ധാന്യങ്ങളെ വീണ്ടും മുളപ്പിച്ചു. അപ്പൊ എത്ര ധാന്യങ്ങളായി? 700 ധാന്യങ്ങളായി. ഒരു വിത്ത് ഇറക്കിയപ്പോൾ 700 വിത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നു. ഇതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവനെ കുറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത ഹബ്ബ വല്ലാഹു യുളഅഫു ലിമൻ യശാഅ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് അവൻ ഇങ്ങനെ വാരിക്കോരി കൊടുക്കും, വിശാലമാക്കി കൊടുക്കും. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലമല്ലേ? അള്ളാഹുവിന് കുറച്ചധികം ആളുകളെ സമ്പന്നരാക്കിയാൽ അവന്റെ ഖജനാവിന് എന്തെങ്കിലും നഷ്ടം വരുമോ? ഒരു നഷ്ടവും വരില്ല, ഒരു കുറവും വരില്ല. അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹു സമദാണ്, അള്ളാഹു വനിയാണ്,
അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല കുൻ എന്ന് പറഞ്ഞാൽ മതി നമ്മൾ സമ്പന്നരാകാൻ. നമുക്ക് അള്ളാഹു വിശാലത നൽകാൻ. അതിനുള്ളൊരു മാർഗമാണ് അള്ളാഹു പറയുന്നത്, ഒരു ധാന്യം ഇറക്കിയാൽ മതി. ഒരു ധാന്യം എന്ന് പറഞ്ഞാൽ ഒരു 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 വിത്തുമായി, അല്ലെങ്കിൽ ഒരു ഒരു അരിയുമണിയുമായി, അല്ലെങ്കിൽ ഒരു ഗോതമ്പുമായി നമ്മൾ നാളെ കൃഷിയിടത്തേക്ക് ഇറങ്ങണം എന്നല്ല പറയുന്നത്. പിന്നെയോ, 1 രൂപ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്താൽ ഒന്നിന് പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് 700 തരും. 1 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് 700 രൂപ സമ്പാദിക്കാം. ഇനി 10 രൂപയാണെങ്കിൽ ആ 10 രൂപ നീ സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹു 10ന് പകരം നിനക്ക് നൽകുന്നത് 7000 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 70,000. 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 7 ലക്ഷമാണ്. 10,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 70 ലക്ഷമാണ്. കണക്ക് കറക്റ്റ് അല്ലേ? നമ്മൾ കൂട്ടി നോക്ക്. ഒന്നിന് പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല 70 നമുക്ക് തിരിച്ചു തരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്താൽ മതി. നമ്മൾ സ്വതക്ക ചെയ്യാറുണ്ടോ? നമ്മൾ പറയും, എന്റെ കയ്യിൽ പണമില്ല ഉസ്താദേ. സ്വഹാബത്ത് റസൂലുള്ളാഹിയോട് പറഞ്ഞതാണ്, നബിയേ, ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ സ്വതക്ക ചെയ്യുക? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ചരിത്രം പ്രസിദ്ധമാണ്. എപ്പോൾ മത്സരമുണ്ടായാലും വിജയിക്കുന്നത് അബൂബക്കറാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, ഒരിക്കലെങ്കിലും മുത്തുനബി തങ്ങളുടെ മുമ്പിൽ എനിക്ക് വിജയിക്കണം, അബൂബക്കറിനെ രണ്ടാമതാക്കണം. ഒരു യുദ്ധവേളയിൽ റസൂലുള്ളാഹി സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വത്തുകൾ കൊണ്ടുവരിക, സ്വതക്ക ചെയ്യുക. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തോൽപ്പിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് സമ്പത്തുമായി കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കുറച്ച് ഈത്തപ്പഴവും കുറച്ച് കയറും കുറച്ച് കൊട്ടയുമായിട്ട് കടന്നു വന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, ഞാൻ തന്നെയായിരിക്കും ഇവിടെ വിജയിക്കുക. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറെ, നീ എന്താണ് കൊണ്ടുവന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്തിന്റെ നേർപകുതി കൊണ്ടുവന്നു. അബൂബക്കറിനോട് ചോദിച്ചു, അബൂബക്കറെ, നീ എന്താണ് കൊണ്ടുവന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലുള്ള സകലമാന സമ്പത്തും കൊണ്ടുവന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു കൊണ്ടുവന്ന സമ്പത്തിന്റെ പകുതി പോലും വരൂല, പക്ഷെ അദ്ദേഹത്തിന് ഉള്ളത് മുഴുവനും കൊണ്ടുവന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു തആല ഒരുപാട് കൊണ്ടുവന്നെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് ഉണ്ടായതുകൊണ്ട് ആ ഒരുപാടുള്ള സമ്പത്തിന്റെ നേർപകുതിയാണ് കൊണ്ടുവന്നത്. അവിടെയും അബൂബക്കറെ, നീ ഒന്നാമനായല്ലോ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പൊ 1000 രൂപയുള്ളവൻ 1000 കൊടുക്കുന്നതും 10 രൂപ മാത്രമേ കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂ എങ്കിൽ നീ 10 രൂപ കൊടുക്കുന്നതും തുല്യമാണ് എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നത്. അപ്പൊ സ്വതക്ക ചെയ്യുക. സ്വതക്ക ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ടെൻഷൻ മാറും. മറ്റുള്ളവരുടെ മുഖത്തുള്ള പുഞ്ചിരി കാണുമ്പോൾ നിന്റെ ടെൻഷൻ ഒലിച്ചു പോകും. ഒന്നാമത്തെ വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം റദ്ദുൽ ബലായ, ആഫത്ത് മുസീബത്തുകളൊക്കെ തട്ടി നീങ്ങപ്പെടും, രക്ഷ ലഭിക്കും. നമ്മൾ എന്തെങ്കിലും മുസീബത്ത് പരീക്ഷ ഉണ്ടായാൽ അള്ളാഹുവോട് ദുആ ചെയ്യും. അതുണ്ടാകാതിരിക്കാനുള്ള സ്വതക്ക ദാനധർമ്മം നമ്മൾ അധികരിപ്പിക്കും. അതില്ല. മരണപ്പെട്ടു പോയവർക്ക് നമ്മൾ സ്വതക്ക ചെയ്താൽ അത് അവർക്ക് ഉപകരിക്കും. പ്രത്യേകിച്ച് സ്വതക്കത്തും ജാരിയായ സ്വതക്കകൾ. നമ്മൾ മരിച്ചാൽ പോലും നമ്മുടെ ആ സ്വതക്ക ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തും. ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാരെങ്കിലും കടം കൊടുത്താൽ, ഒരായത്താണ്, മയ്യുക്രിലുല്ലാഹ ബന്ദല്ലദി യുക്രിലുല്ലാഹ ഖർളൻ ഹസന. അള്ളാഹുവിന് ആരെങ്കിലും കടം കൊടുത്താൽ, എന്തിനാ അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നത്? അള്ളാഹുവിന് നമ്മൾ പൈസ കൊടുത്തിട്ട് ആ പൈസ കൊണ്ട് ഹോട്ടലിൽ പോയിട്ട് കുഴിമന്തി കഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെയോ, അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന് കൊടുക്കുക, ദീനി സ്ഥാപനങ്ങൾക്ക് കൊടുക്കുക, അള്ളാഹു സമ്പത്ത് നൽകാതെ പരീക്ഷിച്ച ആളുകളെ സഹായിക്കുക.
കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, കുടുംബ ബന്ധം ചേർക്കുക. ഇങ്ങനെ ചെയ്താൽ ധാരാളം അല്ലാഹു ഇരട്ടിപ്പിച്ചു തരും. സമ്പത്ത് നമ്മുടെ കുടുംബങ്ങൾക്കും ദീനിനും കൊടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്നർത്ഥം. ഒരിരട്ടി എന്നാണോ? അല്ല. രണ്ടിരട്ടിയാണോ? അല്ല. 10 ഇരട്ടിയാണോ? അല്ല. പിന്നെ എത്ര ഇരട്ടിയാ? അല്ലാഹു അഅലം. ധാരാളം ഇരട്ടി അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. മറ്റൊരായത്ത് നോക്കൂ. റസഖ്നാകും സിർറൻ വഅലാനിയതൻ യർജൂന തിജാറതൻ ലൻ തബൂർ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് നഷ്ടമില്ലാത്ത കച്ചവടം. എന്താ കച്ചവടം? പൈസ ഇറക്കുന്നു, കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക ചെയ്തോ നഷ്ടം വരൂല, കൂടുതൽ സമ്പാദിക്കാൻ കഴിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ. പിശുക്ക് മാറ്റിവെക്കുക. എന്തിനാണ് നമ്മളിങ്ങനെ കൂട്ടിവെക്കുന്നത്? നമ്മൾ പറയും എന്റെ സ്വത്ത്, എന്റെ സ്വത്ത്. നമ്മൾ പറയും എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് നോക്കൂ. യഖൂലു ഇബ്നു ആദം മാലി മാലി. മനുഷ്യന്മാര് പറയുന്നു എന്റെ മാലി, എന്റെ മാലി, എന്റെ പൈസ, എന്റെ പൈസ. എന്നാൽ എന്റെ സമ്പത്ത് വെറും 3 എണ്ണമാണ്. അല്ലാഹുവിന്റെ റസൂല് അതിനെ 3 ആക്കിയിട്ട് വിഭജിക്കുകയാണ്. എന്നിട്ട് പറയുന്നു മാ അക്കൽത, ഒന്ന് നീ തിന്നതാണ്, നീ കഴിച്ചു, നീ കുടിച്ചു, അത് നിന്റേതാണ് എന്ന് നിനക്ക് പറയാൻ പറ്റും. കുടിക്കാതിരിക്കുന്നത് നീ കുടിക്കോ, അതിനു മുമ്പ് മരിക്കോ, പറയാൻ പറ്റുമോ? അപ്പൊ നീ തിന്നത് അത് നിന്റേതാണ്. ഫഫ്നൈത, അത് തിന്നു കഴിഞ്ഞില്ലേ? 1 കഴിഞ്ഞു. 2 മാ ലബിസ്ത, നീ ധരിച്ചതാണ്. നാളെ ടെക്സ്റ്റൈൽസിൽ പോയി മേടിക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ട്, അത് മേടിക്കുമോ? ഉറപ്പില്ല. നീ ധരിച്ചത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് സ്വർണ്ണാണെങ്കിലും വെള്ളിയാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അത് നിന്റേതാണെന്ന് പറയാം. അത് പഴകിക്കഴിഞ്ഞു, ഒരു ഇസട്ട് അത് പഴകിക്കഴിഞ്ഞു. അപ്പൊ 2 കഴിഞ്ഞു. മൂന്നാമത്തതോ മാ അഅ്തൈത, നീ ആർക്കെങ്കിലും എന്തെങ്കിലും സ്വതക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതും നിന്റേതാണ്. ഫഅംലൈത, നേരത്തെ പറഞ്ഞ 2 പോലെയല്ല. ഇത് ഫഅംലൈത, അവിടെ ശേഷിക്കും. നാളെ പരലോകത്ത് നിനക്ക് കാണാൻ കഴിയും. അതിന്റെ ഇരട്ടി അള്ളാഹു നിനക്ക് തന്നെ തിരിച്ചു തരും. അപ്പൊ സ്വതക്ക് ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ സമ്പത്തായിട്ട് നിലനിൽക്കണമെങ്കിൽ ഏറ്റവും വലിയ നിക്ഷേപം, സുരക്ഷിതമായ നിക്ഷേപം, തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള നഷ്ടമില്ലാത്ത കച്ചവടം, അത് സ്വതക്കയാണ് എന്ന്, മറ്റുള്ളവർക്ക് നൽകലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് 10 രൂപയുണ്ടോ എനിക്ക് 7000 രൂപ ഉണ്ടാക്കാം. 1 രൂപയുണ്ടോ 700 രൂപയുണ്ടാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിച്ച അത്ഭുതകരമായ മാർഗങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. അള്ളാഹുവിൻ്റെ സമ്പത്ത് കൊണ്ട്, അള്ളാഹു ഹലാല് കൊണ്ട്, ഖൈറ് കൊണ്ട് അള്ളാഹു നമ്മെ ഐശ്വര്യവാന്മാരാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.